Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Okay. ഇന്ന് prayer ആരാണ്? ഞാനാണ് മാം തുടങ്ങിട്ട്. Okay, start ചെയ്തോട്ടോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ ഇന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലോറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ കുടിയിരിക്കണമേ. Thank you. Okay. ഇന്ന് സൈനിങ് ആരാ പറയുന്നേ? Thoughts of the day ഉണ്ട് മിസ്സേ. Thought of the day. സൈനിങ് എന്നിട്ട് സൈനിങ് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ആരാണ്? Hello all. ജാസ്മിൻ. Yes. പറഞ്ഞോളൂ. Keep your thoughts positive because your thoughts becomes your words. Keep your words positive because your words become your behavior. Keep your behavior positive because your behavior become your habits. Keep your habits positive because your habits become your values. Keep your values positive because your values become your destiny. Thank you. Okay, thank you. Okay. ലാസ്റ്റ് ക്ലാസ്സില് ഞാൻ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കിറ്റ് പ്രിപ്പയർ ചെയ്തല്ലോ. Signing. ആ സൈനിങ് ഇല്ലാന്ന് വിചാരിച്ചു. Good afternoon, all. I welcome the teachers and friends as well as our leaders to this class. Let's learn a moral story today. The Elephant and the Ant. Once upon a time, an elephant, thinking he was powerful, would often trouble an ant colony. One day, the smallest ant decided to teach him a lesson. She climbed into the elephant's trunk while he was asleep, making him sneeze and panic. The elephant apologized for his behavior, learning that size doesn't matter when it comes to respect. Moral of the story: everyone deserves respect, no matter how big or small. നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. Thank you, ma'am. ഇതേപോലെ ഡെയിലി നല്ല വെറൈറ്റി ആയിട്ടുള്ള സൈനിങ് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്ത എല്ലാവരും? Yes, ma'am. എല്ലാവരും ചെയ്തോ? Yes, miss. Yes, ma'am. നമ്മളിപ്പോ ഒരു 32 പേരുണ്ട്. 32 പേരും ചെയ്തിട്ടുണ്ട്. Yes, ma'am. ബാക്കിയുള്ളവര് No. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഈ ആഴ്ചയോട് കൂടി ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം, നിർബന്ധാണത്. കേട്ടല്ലോ? ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ കാണുന്നുള്ളൂ. ഞാൻ പറയുന്ന ആക്ടിവിറ്റീസ് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അല്ലേ തരുന്നത്, അതൊന്ന് ചെയ്യാട്ടോ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. മാക്സിമം ഈ ചാപ്റ്റർ കഴിയുമ്പോ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. ഓക്കെ, ഇനി പെയിന്റിങ് നമ്മൾ പറഞ്ഞു. തല കറങ്ങിയിട്ടുണ്ടെങ്കിൽ ബോധക്ഷയം സംഭവിച്ച എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞു വേഗം. ബോധക്ഷയം സംഭവിച്ചു നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മളെ അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആർക്കെങ്കിലും ബോധക്ഷയം സംഭവിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഫ്രഷ് എയർ കിട്ടണ പോലെ കൊടുക്കണം. ഓക്കെ, കോൾഡ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം ഫേസില്. ഓക്കെ,
പിന്നെ ക്ലോത്ത്സ് ഒക്കെ ലൂസായിട്ട് ആക്കി വെക്കണം. വെക്കണം. പിന്നെ കാല് മേലേക്ക് പൊക്കിട്ട് ഹെഡിനേക്കാളും ഉയരത്തിലാക്കിയിട്ട് വെക്കണം. ഓക്കെ, കറക്റ്റ്. നമ്മൾ ഒരാൾ തലാമി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടം കൂടി നിൽക്കാനോ ഒന്നും നിൽക്കരുത്. നമ്മൾ ഈ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് കൊടുക്കാനായിട്ട് നോക്കാം. ബ്ലീഡ് ചെയ്താൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് ആൾ പറഞ്ഞേ. ഞാൻ തന്നെ പറഞ്ഞോട്ടെ. പറഞ്ഞോടാ. കൈ താഴ്ത്തി ഇടാതെ ഇരിക്കുക. തണുത്ത വെള്ളത്തില് കൈ കഴുകുക. പിന്നെ ബാൻഡേജ് പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി പാമ്പ് കടിയേറ്റാലോ? മുറി പറ്റിയ ഭാഗം നല്ലോണം കെട്ടിവെക്കുക. അത് കറക്റ്റ് ആയിട്ട് കെട്ടിവെക്കണം. അത് ആ ഒരു രീതി ഉണ്ടടാ. മുറിവിന്റെ മുകളിലോ താഴെയായിട്ടോ മുറിവിന്റെ കെട്ടിവെക്കുക. നല്ല മുറുക്ക് കെട്ടിവെക്കുക. ഓക്കെ. മുറിവിന് ഇപ്പം പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്യാം. മുകളിലോട്ട് പമ്പ് ചെയ്യാതിരിക്കാൻ മുകളിലും അതേപോലെ തന്നെ താഴെയും നല്ല രീതിയിൽ എന്ത് ചെയ്യാം? നല്ല മുറുക്കി കെട്ടിവെക്കാം. പിന്നെ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ വിടാൻ പാടില്ല. പിന്നെ വൃത്തിയും മുറ്റുള്ളതായ കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് കീറി കൊടുക്കണം. അത് നമ്മുടെ ടെസ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. വിഷം കളയാന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻ അല്ലെങ്കിൽ ആന്റിവെനം എന്നാ പറയണത്. പാമ്പ് കടിക്ക് നമ്മൾ തിരിച്ചെടുക്കണ വെനം ആന്റിവെനം എന്ന് പറയും. നമുക്ക് വിഷം കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആന്റിഡോസ് എടുക്കണ്ട. അപ്പൊ അത് നമ്മൾ എടുക്കാനാണ് നോക്കേണ്ടത്. നേരെ ഈ പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. കാരണം ഞാൻ പറഞ്ഞു 2 ടൈപ്പ് പാമ്പുകൾ എന്ന് പറഞ്ഞു ഇല്ലേ? എല്ലാ പാമ്പിനും വിഷയമില്ലെന്ന് പറഞ്ഞിരുന്നു സർ. ഓക്കെ. അത് 2 ടൈപ്പ് പാമ്പുകളുണ്ട്. പോയിസണസ് സ്നേക്കും നോൺ പോയിസണസ് സ്നേക്കും. അപ്പൊ ഈ പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ നമ്മളിപ്പോ നൈഫൊക്കെ ഉപയോഗിച്ച് ബ്ലഡ് കളയുന്നത് നല്ലതാണ്. പേഷ്യന്റ് ജീവൻ രക്ഷിക്കുന്നതിന് നല്ലതാണ് ചെയ്യണത്. നോൺ പോയിസണസ് സ്നേക്കാന്ന് വിചാരിക്കും. വിഷമൊന്നും ഇല്ലാത്ത സ്നേക്കാണ്. നമ്മള് ഈ ബ്ലഡ് കട്ട് ചെയ്ത് മുറിവ് കീറി നൈഫൊക്കെ വെച്ച് കീറി ബ്ലഡ് കുറെ കളഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ചിന്തിച്ചു നോക്കിയാ നിങ്ങളത്? അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഈ ബ്ലഡ് നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവൻ റിസ്കിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പോയിസണസ് ആണോ നോൺ പോയിസണസ് ആണോ സ്നേക്ക്. പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ 2 എന്തുണ്ടാവുള്ളൂ? 2 ഡോട്ടുകള്. ഡോട്ട് പോലെ 2 ഡോട്ട് നല്ല ആഴത്തിലുള്ള 2 ഡോട്ടുകൾ ഉണ്ടാവുള്ളൂ. മറ്റേ നോൺ പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ മൊത്തമായിട്ട് ഇങ്ങനെയാണ് കടിക്കണത്. ഇങ്ങനെയാണ് കടിക്കുന്നത്. ഇങ്ങനെയാണ് യു ഷേപ്പിലുള്ള ഒരു ആ ഒരു ഡോട്ടാണ് കാണാറ്. മൊത്തം നമ്മൾ കൈവച്ച് നോക്കി ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ഒന്ന് കടിക്കുകയാണ്. 3 വിരൽ വെച്ചിട്ട് ഇങ്ങനെ കടിക്കാണ്. അപ്പൊ എത്ര പല്ലുകൾ ഉണ്ടാവും നോൺ പോയിസണസിന്? പോയിസണസിനാണെങ്കിൽ എത്ര പല്ല് ഉണ്ടാവും? 2 പല്ല് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ച് പല്ലെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. 2 ആ മുറിവിന്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു പോയിന്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ നോക്കണോട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മള് പിള്ളേര് പറമ്പിലൊക്കെ പോയി കളിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടില് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നായിരിക്കും പാമ്പ് കടിയേറ്റു എന്നൊക്കെ പറയണത്. അപ്പൊ എന്റെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും എന്റെ അനിയത്തിയൊക്കെ ചെറുപ്പത്തില് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അനിയത്തിന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ചെറിയ കൊച്ചാണ്. അപ്പൊ എനിക്ക് ഈ കുട്ടീനെ അറിയാം. കാരണം ഇവന്റെ ചേട്ടൻ എന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അറിയാലോ, അനിയത്തിയുടെയും ക്ലാസ്സിലാണ്. അങ്ങനെ പരിചയമുണ്ട്. വിഷ്ണു എന്നാണ് പേര്. വിഷ്ണു ജിഷ്ണു എന്ന പേര്. എന്റെ കൂടെ പഠിച്ച കൊച്ച് വിഷ്ണു. ഈ പാമ്പ് കടിയേറ്റ കൊച്ച് ജിഷ്ണു എന്നാണ്. ഇവര് വൈകുന്നേരം നമ്മളെങ്ങനെയാ പിള്ളേര് ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ വെച്ചാൽ പറമ്പില് പാടത്തൊക്കെ പോയി കളിക്കാനൊക്കെ പോകും. അപ്പൊ ഇവര് ഒരുമിച്ച് സന്ധ്യയായ സമയത്ത് കളിയൊക്കെ കഴിഞ്ഞ് റോട്ടിന്റെ സൈഡിൽ കൂടെ പാടത്തിന്റെ സൈഡിൽ കൂടെ നടന്നു വരായിരുന്നു. അപ്പോ അനിയന്റെ കാലം എന്തോ കടിച്ചത് പോലെ അവന് തോന്നി. ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എന്തോ കടിച്ചു തോന്നണ് കാലുമ്മ. അന്ന് നമ്മളിപ്പൊ ഈ കാണുന്ന പോലെ അത്ര സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ചേട്ടൻ നോക്കിയപ്പോ വേറെ ഒന്നും കണ്ടില്ല.
ഒന്നുമില്ലാതെ വല്ല ഉറുമ്പെങ്ങാനായിരിക്കും ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അവനെന്ത് ചെയ്തു, ചേട്ടൻ്റെ ഒപ്പം അങ്ങനെ നടന്നു പോന്നു. വീട്ടിൽ ചെന്നിട്ടും ഇവനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ തുടങ്ങി. കാരണം അത് കഴിഞ്ഞ് പേടിയാണ്, കാരണം കടിച്ചു കളിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ ചീത്ത പറയൂ എന്നുള്ള പേടി കൊണ്ട് അത് പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അവസ്ഥ ഭയങ്കരമായിട്ട് മോശമാവാൻ തുടങ്ങി. അൺകോൺഷ്യസ് ആയില്ല, അപ്പോഴേക്കും പറഞ്ഞു, ദേ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു എന്നെന്തോ കടിച്ചിട്ടുണ്ട് എന്നത് നോക്കി. അപ്പൊ അമ്മ നോക്കിയപ്പോ അമ്മയ്ക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. ഒരു പാമ്പായിരുന്നു അത്. നമ്മള് രക്തണ എന്ന് പറയുന്ന ഒരു പാമ്പാണ്. ഞങ്ങളുടെ ഏരിയയിൽ ചെറിയൊരു പാമ്പാണ്. അതിന്റെ സ്കിന്നില് റെഡ് കളറിലുള്ള ഡോട്ടുകളൊക്കെ ഉണ്ട്. കുട്ടികളായിരുന്നു അവർ കണ്ടില്ല, കാരണം ഇരുട്ടായിരുന്നു. സന്ധ്യ വീണിട്ടുള്ളൂ, പക്ഷെ കാണാൻ പറ്റില്ല അവർക്ക് എന്തോ. എന്നിട്ട് ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദിവസം 1.5 ദിവസത്തോളം അവൻ ഐസിയിൽ കിടന്നു. അപ്പൊ അവന് ഭയങ്കരമായിട്ട് ദാഹിക്കണം, അച്ഛൻ കരിക്ക് വെള്ളം വേണം, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ പോയി കരിക്ക് വാങ്ങിച്ചു വരുന്നേക്കാളും മുമ്പായിട്ട് ആള് പോയി. അത് നേരത്തെ അറിയായിരുന്നെങ്കിൽ, മുൻകൂട്ടി അറിയായിരുന്നു, അല്ലെങ്കിൽ അവനാ കടിയേറ്റ സമയത്ത് തന്നെ അറിയാണെങ്കിൽ ആ സമയത്ത് അത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്, വെളിച്ചന്മാരോ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ആ ഒരു ആൾക്കാർ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. വൈകുന്നേരം ആയിട്ടുള്ളൂ, സന്ധ്യ ആയിട്ടുള്ളൂ. അവിടെ ആരെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അത് പാമ്പ് കടിയേറ്റെന്നും ഇന്നും ആ കുട്ടി ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പഠിച്ച് വലിയൊരു അത്യാവശ്യം നല്ല നിലയിൽ എത്തേണ്ട ഒരു പ്രായമായി. ഒരു മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കുട്ടീനെ കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് കവർ ചെയ്താ കൊണ്ടുവന്നത്. കാരണം ഇവന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ബ്ലഡ് ഒരുപാട് ലോസ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കവറൊക്കെ ചെയ്തിട്ടാണ് ആളെ കൊണ്ടുവന്ന് സ്കൂളിൽ വെച്ചു. കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് വെച്ച്. കാരണം തലേന്ന് അത് പിറ്റേ ദിവസം കേട്ടോ, തലേന്ന് ഇവിടുന്ന് കളിച്ച് ക്ലാസ്സിൽ നിന്ന് പോയ കൊച്ചാണ്. അതിന്റെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും പാമ്പ് കൊത്തിന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി. അപ്പോ നമ്മള് ഫസ്റ്റ് കൊടുക്കേണ്ട ആ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു 1 മണിക്കൂർ, ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ അവേഴ്സ് എന്ന് നമ്മൾ പറയണത്. ഈ ഗോൾഡൻ അവേഴ്സിൽ നമ്മൾ എന്താണോ നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റ് അനുസരിച്ചിരിക്കും നമ്മളുടെ പേഷ്യന്റ്, അല്ലെങ്കിൽ എന്താ പറയാ പേഷ്യന്റ് വേണ്ട, ആ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത്. ഗോൾഡൻ അവറിൽ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് കുഴപ്പമുണ്ടാവില്ല, അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാനേ. പക്ഷെ അവന് കിട്ടിയില്ല. സന്ധ്യക്ക് 5 മണിക്ക് കടിച്ച 5-5:30 സംഭവിച്ച കാര്യം വീട്ടിലറിഞ്ഞത് 7 മണി ആയപ്പോഴാണ്. ആ ഗോൾഡൻ അവേഴ്സ് അവന് മിസ്സായി. ആ പറഞ്ഞ സമയം 1 മണിക്കൂർ, ആദ്യത്തെ 1 മണിക്കൂർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കാം. സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറയല്ല, ചാൻസ് ഉണ്ടാവാം, സ്വാഭാവികമാണ്. നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളില് കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കണമെന്നില്ല. മറ്റൊരു സ്കൂളിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഏത് പാമ്പാന്ന് ഐഡന്റിഫൈ ചെയ്യാനും വേഗം കൊണ്ടുപോകാനും പറ്റണം. അല്ല മറ്റുള്ള കുട്ടികൾക്ക് അതൊരു ആപത്ത് വരാതിരിക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കാനായിട്ട് നമുക്ക് കൊണ്ട് പറ്റണമെങ്കിൽ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മള് പാമ്പുകടി ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, നമുക്കിനി അറിയാലോ. അതേപോലെ തന്നെ ആന്റിവെനം എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ അല്ല. അപ്പൊ ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് ആന്റിവെനം അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കാം, നിങ്ങളുടെ അടുത്ത് ഉള്ള ഹോസ്പിറ്റൽ ഏതാന്നുള്ളത്. കാരണം നമ്മൾ ആ ഈ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ആള് വൈകിച്ച് ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കും ചിലപ്പോൾ ക്രിട്ടിക്കലാവും. ഞങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ആന്റിവെനം ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എറണാകുളത്താണ് ഉള്ളത്. ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്താണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഏതാണ് ആന്റിവെനത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ അടുത്ത്.
ഓക്കെ, നോക്കി ഉറപ്പല്ലേ? ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ആവണമെന്നില്ല നമുക്ക് പോസ്റ്റിംഗ് കിട്ടണത്, ചിലപ്പോൾ കുറച്ച് ദൂരേക്ക് ആവാം. അപ്പൊ നമ്മള് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് ആന്റിവനം ഉള്ള ഹോസ്പിറ്റൽ ഏതാണോ ഒന്ന് എന്ത് ചെയ്ത് വെക്കാം, നോക്കി വെക്കാം. അടുത്തതാണ് എന്താണ് ഡ്രോണിങ് അങ്ങനെ തന്നെ വായിക്കണേന്ന് തോന്നുന്നു. ഡ്രോണിങ്, മുങ്ങിപ്പോവുക. നമ്മള് മഴക്കാലത്തൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്താണ്, കുളിക്കാനൊക്കെ പുഴയിലും കുളത്തിലൊക്കെ ഇറങ്ങുന്ന കുട്ടികള് മുങ്ങിപ്പോണത് കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഒരാള് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യാറ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് ആളെ കരക്കി എടുത്തെന്ന് വിചാരിക്കൂ, കോൺഷ്യസ് അല്ലാന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യും? വയറ്റില് ഞെക്കിയിട്ട് വയറ്റില് പ്രസ് ചെയ്തിട്ട് വെള്ളം കളയും, കുടിച്ച വെള്ളം കളയും. ആണല്ലേ? അങ്ങനല്ലേ ചെയ്യാറ് എല്ലാവരും? അങ്ങനെ ചെയ്യണമെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? അതെ മിസ്. അതെ. എന്നാ അങ്ങനെ ചെയ്യരുത്. ടീച്ചർ ഇങ്ങനെ പറയണേ അല്ലേ? നമ്മള് വയറ്റില് വെള്ളം മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോ വെള്ളം നമ്മുടെ വയറ്റിലേക്കാണ് പോയിരിക്കുന്നത്. വായിൽ കൂടി മൂക്കിക്കൂടെ കുറച്ചേ പോവുള്ളൂ. വായിൽ കൂടി വയറ്റിലേക്കാണ് പോയിരിക്കുന്നത്. നമ്മള് വയറ്റിലേക്ക് ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും. നമ്മള് ഈ ആള് പുറത്തേക്ക് എടുത്തിട്ട് ഒരിക്കലും വയറ്റിന് നേരെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം എങ്ങടാ കയറുന്നത്? ലങ്സിലേക്കാണ് കയറുന്നത്. ലങ്സിൽ വെള്ളം നിറഞ്ഞിട്ട് അവർക്ക് എന്ത് പറ്റും? ശ്വാസം എടുക്കാൻ പറ്റാണ്ടായിട്ട് അവർ മരിച്ചു പോകും. അല്ലാതെ അവർ മുങ്ങിപ്പോയത് കൊണ്ട് മരിക്കണതല്ല. നമ്മൾ ഈ വയറ്റിൽ ഞെക്കിയിട്ട് വയറ്റിലുള്ള വെള്ളം, വയറ്റിൽ കിടന്ന വെള്ളം മേലേക്ക് എടുക്കാൻ നോക്കും. എടുക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്യും? അത് ലങ്സിൽ കയറിയിട്ട് അങ്ങനെ ലങ്സിൽ വെള്ളം കെട്ടി മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വെള്ളം കളയണ്ടേ? എന്തായാലും വെള്ളം കളയില്ല. തലകീഴായിട്ട് നിർത്തുന്നു. ചരിച്ച് കിടത്തിയിട്ട് കമത്ത ആളെ എന്ത് ചെയ്യാം? കമത്ത, എന്നിട്ട് ബാക്കിൽ ഇടിച്ചോ അടിച്ചോ തട്ടിക്കൊടുക്കൂലേ കുഞ്ഞു കുട്ടികൾക്ക്? സോറി ട്ടോ, തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, സൗണ്ട് തന്നില്ല. സ്ട്രെയിൻ എടുക്കുമ്പോ ഭയങ്കരമായിട്ട് ബെഞ്ചിൽ ഇങ്ങനെ കമഴ്ത്തി കിടത്തിയിട്ട് നമ്മള് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആളെ ഇപ്പൊ മുങ്ങി വന്ന ആളെ ഇരുത്തെ എന്താന്ന് ചെയ്തിട്ട് കമത്തി നിർത്തിയിട്ട് എന്ത് ചെയ്യാ? വെള്ളം അടിച്ചു കളയാൻ നോക്കാം. അല്ലാതെ വയറ്റിൽ ഞെക്കി വെള്ളം കളയെന്ന് പറയുന്നത് ചിലപ്പോ ആൾക്ക് കുഴപ്പമൊന്നുണ്ടാവില്ല. കുറച്ചു നേരം കഴിയുമ്പോ കോൺഷ്യസ് ആയിക്കോളും. അയാളെ എനിക്ക് ലങ്സിലേക്ക് വെള്ളം കയറ്റി ലങ്സിലെ ഇൻഫെക്ഷൻ വരുത്തി അസുഖം വരുത്തി ആളെ മരണത്തിലേക്ക് വരുന്നത്. അത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ചെരിച്ച് അല്ലെങ്കിൽ ചെരിക്ക് അല്ലെങ്കിൽ കമത്താം, ഡൗൺവേർഡ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യാം? നന്നായിട്ട് എന്ത് ചെയ്യാ? അടിച്ച് വെള്ളം കളയാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ചരിച്ച് കടത്തിയിട്ട് കൊടുക്കാം, വെള്ളം കൊടുക്കാൻ നോക്കാം. ഇനി ചില സമയത്ത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റണമെന്നില്ല. ആൾക്ക് കോൺഷ്യസ് ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? കോൺഷ്യസ് ഉണ്ടാവില്ല. കോൺഷ്യസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശ്വാസം എന്ത് ചെയ്യും? ശ്വാസം കൊടുക്കും. ശ്വാസം കൊടുക്കും. ഓക്കെ, നമ്മളെ റെസ്പിറേഷൻ കൃത്രിമ ശ്വാസം കൊടുത്തു. അത് എങ്ങനെയാണ്? മൂക്ക് പൊത്തിപ്പിടിച്ച് വായയിലൂടെയാണ് ശ്വാസം കൊടുക്കണത് അല്ലെ? ചില പേഷ്യൻസ് അപ്പൊ ശ്വസിക്കും, ചുമച്ച് പെട്ടെന്ന് എന്താവും? കോൺഷ്യസ് ആവും, പെട്ടെന്ന് ശ്വസിക്കും. ഇനി എന്തില്ല? ബ്രീത്തിങ് ഇല്ല. ആൾക്ക് ബ്രീത്തിങ് ഇല്ല. എന്തില്ല? ബ്രീത്തിങ് ഇല്ല എന്ന് മനസ്സിലായി. അൺകോൺഷ്യസ് ആയിട്ടുണ്ട്. നമ്മൾ വേറെ എന്ത് ചെയ്യും? CPR കൊടുക്കും. ആർക്കെങ്കിലും അറിയോ CPR എങ്ങനെ കൊടുക്കണേന്ന്? നെഞ്ചിന്റെ കുറച്ച് താഴ്ഭാഗമായിട്ട് 2 കൈ അമർത്തി വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് പ്രസ് ചെയ്യും. ഒരു 4 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് വീണ്ടും ശ്വാസം കൊടുക്കും. വീണ്ടും ഇതേ പ്രവർത്തനം ആ ഒരു പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്ന വരെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും? റിപ്പീറ്റ് ചെയ്യും.
CPR നമ്മള് ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള പേഷ്യൻസിനും അതേപോലെ തന്നെ ഇതേപോലെ വെള്ളത്തിൽ പോയിട്ട് അൺകോൺഷ്യസ് ആവുന്ന പേഷ്യൻസിനൊക്കെ ചില സമയത്ത് കൊടുക്കാറുണ്ട്. മെയിനായിട്ട് ഹൃദയസ്തംഭനം നടക്കുമ്പോഴാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ബോധക്ഷയത്തിന് സംഭവിക്കുമ്പോൾ വ്യക്തികൾ നടത്തുന്ന ഒരു അടിയന്തര നടപടിക്രമമാണ് എന്ത് CPR എന്ന് പറയുന്നത്. എന്താണ് CPRന്റെ ഫുൾ ഫോം അറിയോ? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാ പറയുന്നത് CPR. കാർഡിയോ എന്ന് പറഞ്ഞാല് ഹാർട്ട്, പൾമണറി എന്ന് വെച്ചാൽ ലങ്സ്, പിന്നെ അതിനൊന്ന് റെസിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് CPR കേട്ടോ. അപ്പൊ ഹൃദയസ്തംഭനം മൂലമുണ്ടാകുന്ന വിവിധ അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കും. സാധാരണയായിട്ട് അങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ ഹാർട്ട് സ്റ്റോപ്പ് ആവും, ഇതേയും ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യില്ല. ഈ സമയത്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് CPR കൊടുക്കേണ്ടത്. ചില പേഷ്യൻസിന് ഹോസ്പിറ്റലിലേക്ക് CPR കൊടുക്കാണ്ട് കൊണ്ടുവരുമ്പോ നമ്മള് എന്ത് കിട്ടിയിട്ടില്ലേ, ഗോൾഡൻ അവേഴ്സിന് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടില്ല, ചിലപ്പോ അയാൾ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രോപ്പർ ആയിട്ട് CPR കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടുത്താനുള്ള ചാൻസ് കൂടുതലാണ്. നിലച്ചുപോയ ഹൃദയം പുനരാരംഭിക്കാൻ വേണ്ടിയാണ് CPR നിലച്ചുപോയ ഹൃദയം എന്ത് ചെയ്യുന്നില്ല, പുനരാരംഭിപ്പിക്കുകയല്ല CPR ചെയ്യുന്നത്. തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുമുള്ള ഓക്സിജൻ അടങ്ങിയ രക്തത്തിന്റെ ഭാഗികമായ ഒഴുക്ക്, ഓക്സിജൻ അടങ്ങിയ രക്തത്തിന്റെ ഭാഗികമായിട്ടുള്ള ഒഴുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, പുനഃസ്ഥാപിക്കാനായിട്ട് നോക്കും എന്നതാണ് CPRന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ ഒരാള് ഹൃദയസ്തംഭനം നെഞ്ചുവേദനയൊക്കെ ആയിട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്, CPR ആണ് കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ നമ്മൾ രണ്ട് കൈയാണ്, ഈ രണ്ട് കൈയിലെ ഈ ഒരു ഭാഗമില്ലേ നമ്മളുടെ ലെങ്സിന്റെ നടുക്കായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നെഞ്ചിന്റെ നടുക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിപ്പിള് നമ്മൾ കൂട്ടി വരയ്ക്കുമ്പോ നടുക്കായിട്ട് കിട്ടുന്ന പോയിന്റ്, കറക്റ്റ് പോയിന്റ് അതാണ്. ആ ഒരു പോയിന്റിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ മുഷ്ടി, അങ്ങനെയല്ലേ പറയണത്, ഈ കൈ തണ്ടേന ഇവിടെ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യും, പ്രസ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യും, നല്ല പ്രഷർ കൊടുക്കും. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൃത്രിമമായിട്ട് ശ്വാസവും കൊടുക്കും. റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോ, ഈ പ്രോസസ്സ് വീണ്ടും ചെയ്യുമ്പോ ആള് അൺകോൺഷ്യസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യത്തെ കൈയിന്റെ മുകളിൽ മറ്റൊരു കൈ വയ്ക്കുകയും വിരലുകൾ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യണം. 5 മുതൽ 8 സെന്റിമീറ്റർ താഴ്ചയിൽ വേണം അമർത്താൻ. നമ്മുടെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് നിൽക്കുമ്പോൾ 5 മുതൽ 6 സെന്റിമീറ്റർ താഴ്ത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് അമർത്താനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ട് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ CPR ചെയ്യുന്ന ആളുടെ 90 ഡിഗ്രി തന്നെ നിലനിർത്താൻ നോക്കണം. നേരെ 90 ഡിഗ്രി എന്ന് വെച്ചാല് ഒരാൾ കണത്തിരിക്കായിരിക്കും CPR ചെയ്യാനായിട്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രി വെച്ച് നമ്മുടെ ഷോൾഡർ, കൈയിന്റെ മുട്ടൊന്നും വളയാനൊന്നും പാടില്ല. കറക്റ്റ് ആയിട്ട് എന്തായിരിക്കും 90 ഡിഗ്രിയിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, CPR കൊടുക്കാനായിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ പോയിട്ട് തലോണം എടുത്ത് വെച്ച് CPR കൊടുക്കാനായിട്ട് ഒന്ന് പഠിച്ചേക്കിട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. അതേപോലെ ഇല്ലേ, നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ടോ, കുഞ്ഞു കുട്ടികൾ ബക്കറ്റിൽ വീണു മരണം സംഭവിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം വെള്ളം നിറച്ച് വെച്ച ബക്കറ്റിലേക്ക് മറിഞ്ഞു വീണിട്ട് മരണം സംഭവിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് എന്താണ്, ഈ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഹാർട്ട് ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. പെട്ടെന്ന് അവരെന്ത് വിചാരിക്കും, കുട്ടീനെ കൊണ്ട് എങ്ങനെയും ഹോസ്പിറ്റലിൽ പോകാം. ആ സമയത്ത് എന്ത് നോക്കും, കുട്ടീനെ കൊണ്ട് പോകാനൊക്കെ നോക്കും. അത് കുറച്ച് റിസ്ക് ആണ്. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് CPR ആണ്. എന്താ ചെയ്യേണ്ടത്, CPR കൊടുക്കണം. കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയണത്. 1.5 വയസ്സുള്ള കുട്ടി ബക്കറ്റിൽ വീണ് മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ കുറെ ന്യൂസുകൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കും, ആ സമയത്ത് നമുക്ക് ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നില്ല, അതിപ്പോ നമ്മൾ എന്ത് ചെയ്യും, CPR കൊടുത്താൽ മതി. അത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ്, ഇവിടെ ഈ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്നാ പറഞ്ഞത്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഈ 2 പേരില് വെച്ച് അതേ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യാം, അമർത്താം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കാം, കൃത്രിമ ശ്വാസം കൊടുക്കാം. വായ തുറന്ന് വായക്കൂടി ശ്വാസം കൊടുക്കാം. വീണ്ടും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പ്രസ് ചെയ്യാം.
വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കൃത്രിമ ശ്വാസം കൊടുക്കുക. അങ്ങനെ ശ്വാസം കൊടുത്ത് നമുക്ക് ആ കുട്ടീനെ എന്ത് ചെയ്യാൻ പറ്റും, സ്വബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റൂലേ CPR കൊടുത്തു കഴിഞ്ഞാല്. അപ്പൊ മുങ്ങിപ്പോകുമ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ വീണ് പോകുമ്പോഴൊക്കെ നമ്മൾ CPR കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. നമുക്കത് പ്രാക്ടിക്കലായിട്ടത് നമ്മളൊന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ CPR കൊടുക്കാനായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കളിയാക്കില്ലേ, തലവണ എടുത്ത് വെച്ച് CPR കൊടുക്കാനായിട്ട് കൊടുക്കണത് നോക്കിയതൊക്കെ ഞാൻ ചെയ്ത രീതിയാണ്. കാരണം ഈ 90 ഡിഗ്രി ആംഗിളിൽ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക, CPR എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കി ഞാൻ ഇതേപോലെ തലോണയ്ക്ക് എടുത്ത് വെച്ചിട്ട് CPR കൊടുക്കുകയൊക്കെ ചെയ്തു തലോണയ്ക്ക്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഇതുവരെ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് എങ്ങാനും എന്റെ ഒരു ജീവിതത്തിൽ ആരെങ്കിലും മുങ്ങിപ്പോയിട്ട് അയാളെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് കൊടുക്കും, ധൈര്യം ഉണ്ട് എനിക്ക്, കൊടുക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് CPR കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു പേടിയോ അല്ലെങ്കിൽ ഭയത്തോട് കൂടി ഞാൻ മാറി നിൽക്കില്ല, ഒരു കാരണവശാലും മാറി നിൽക്കില്ല, പേടിച്ച് ഒരിക്കലും മാറി നിൽക്കില്ല. നോക്കാട്ടോ, മുങ്ങിപ്പോണ കാര്യം പറയണത്. ഇൻ സച്ച് കേസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൻ. താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദ ഡ്രോൺഡ് പേഴ്സൺ ഫേസ് ഷുഡ് ബി ഡൗൺവേർഡ്. തല എന്ത് ചെയ്യുക, താത്തി വെക്കാം, തല താത്തി വെക്കാം. ഫീറ്റ് ഷുഡ് ബി അപ്പ്, തല താത്തി വെക്കാം, കാൽമുട്ട് മടക്കി വെക്കാം. ഹിസ് വെസ്റ്റ് ഷുഡ് ബി പ്രസ്ഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. എന്നിട്ട് നമ്മുടെ വെസ്റ്റ് ഉണ്ടല്ലോ, അത് 2 ഹാൻഡ്സ് വെച്ചിട്ടും വെസ്റ്റ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പ്രസ് ചെയ്യാന്ന് പറയുന്നത്. ദ പേഴ്സൺ ഷുഡ് ബി ഡ്രൈൻഡ് അപ്പ് വിത്ത് വാം ടവൽ, ഹോട്ട് വാട്ടർ ബോട്ടിൽ. നമ്മള് ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പുറത്തെടുക്കുമ്പോ പെട്ടെന്ന് ഷിവറിങ് വന്ന് ഫിക്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഫിക്സ് വന്ന് ആള് ചിലപ്പോൾ പെട്ടെന്ന് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വാമായിട്ടുള്ള ടൗലൊക്കെ യൂസ് ചെയ്ത് ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് നിർത്താനായിട്ട് നോക്കാം. നമ്മള് വെസ്റ്റ് എന്ന് പറയുന്നത് അരക്കെട്ടാണ്, നട്ടലിന്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് എന്ത് ചെയ്യാം, ഈ വെള്ളം കളയാനായിട്ട് നോക്കാം. ഒരിക്കലും വയറ്റിലല്ലട്ടാ. അപ്പൊ ഹിസ് വെസ്റ്റ് ഷുഡ് ബി പ്രസ്ഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ് എന്ന് പറയുന്നത് കമത്തി കടത്തിയിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കളയാനാണ്, ബാക്കിൽ പ്രസ് ചെയ്യാന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹോട്ട് വാട്ടർ ഷുഡ് ബി ഗീവൺ. നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം കൊടുക്കാം. വെറ്റ് ക്ലോത്ത് ഷുഡ് ബി റിമൂവ്ഡ്, ദേ ഷുഡ് ബി ലൂസ്. നമ്മൾ വെറ്റായിട്ടുള്ള ക്ലോത്ത് മാറ്റി അല്ലെങ്കിൽ അത് ഒന്ന് ലൂസ് ആയിട്ടുള്ളത് ഒന്ന് റിമൂവ് ചെയ്യാം, വാമായിട്ടുള്ള ടവൽ കൊടുക്കുക. ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഒരാൾ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയണത്. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. മുങ്ങിപ്പോയ ആൾക്ക് ചിലപ്പോ എന്തുണ്ടാവും, പൾസ് ഉണ്ടാവും. പൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്രിമശ്വാസം കൊടുത്താൽ മതി. അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനത്തെ അവസ്ഥയിൽ ചിലപ്പോ ആൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല, പൾസ് ഉണ്ടാവില്ല. ആ സമയത്താണ് എന്ത് കൊടുക്കേണ്ടത്, പൾസ് ഇല്ലെങ്കിൽ നമ്മൾ CPR ആണ് കൊടുക്കേണ്ടത്. അത് ഏതൊരു സിറ്റുവേഷനിലും ആൾക്ക് പൾസ് ഉണ്ടാകും ചെക്ക് ചെയ്യാം. പൾസ് ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. എവിടേക്ക് പൾസ് ചെക്ക് ചെയ്യണേ? കയ്യില്, ചെസ്റ്റില് ചെക്ക് ചെയ്യാം, കഴുത്തിന്റെ അവിടെ ചെക്ക് ചെയ്യാം, മൂക്കില് ചെക്ക് ചെയ്യാം. ഇവിടെ ആയിട്ട് വെച്ച് നോക്കി എല്ലാവരും ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊക്കെ പൾസ് കഴുത്തിന്റെ അവിടെ ആ ഭാഗത്ത്, പിന്നെ കഴുത്തിന്റെ ആ സൈഡ് ആ ഭാഗത്ത്, കഴുത്തിന്റെ സൈഡ് ഭാഗത്തായിട്ട് ചെക്ക് ചെയ്യാം. കഴുത്തിന്റെ അല്ലേ, ഇവിടെ അല്ലേ? അതെ മിസ്. അതെ മിസ്. ഇവിടെ ആയിട്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പൾസ് അത്യാവശ്യം സ്പീഡിൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്, പൾസ് ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാർട്ട് വെച്ച് നോക്കിയാലും മതി, ഹാർട്ടിലേക്ക് വെച്ചാലും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റിയ. ചിലപ്പോ കൈമേക്കും വെച്ച് നോക്കണം, ചിലപ്പോ ഇവിടെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ച് നോക്കിയാൽ മതി. കഴുത്തിന്റെ ഭാഗത്തായിട്ട് പൾസ് ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്സ് CPR ആണ്, അപ്പൊ തന്നെ കൊടുക്കാൻ നോക്കാം. ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് വീഡിയോ CPR കൊടുക്കുന്ന വീഡിയോ അടിച്ചു നോക്കാം. ജസ്റ്റ് അത് വെച്ച് നോക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്താണ് നോസിൽ നോക്കാൻ പറ്റില്ല മിസ്, നോസിൽ നോക്കാൻ പറ്റില്ല. അത്
ഓക്കെ, അത് നമുക്ക് നോക്കാൻ പറ്റും ശ്വസിക്കുന്നുണ്ടോന്ന്. പക്ഷെ അത് ഈ നനഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്തില്ലേ, വെള്ളത്തിനൊക്കെ എടുക്കുമ്പോ നമുക്ക് അത് പെട്ടെന്ന് അറിയണമെന്നില്ല. കണ്ണാടി വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ കാലിൽ നോക്കാൻ പറ്റില്ല, കാലില്. ആണ് കണ്ണാടി വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എവിടെയാണ്? കാല് നമ്മുടെ ഈ നെരിയാണി പോലത്തെ അതിന്റെ താഴെ. മനസ്സിലായി. ഉപ്പിരിക്ക് മുകളിലായിട്ട് അല്ലെ? നോക്കാം. മെയിനായിട്ട് നമ്മൾ ഇവിടെയാണ് നോക്കാറ്. പിന്നെ കൈ നോക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മുക്കില് നോക്കുമ്പോ ശ്വസിക്കുന്നുണ്ടോന്ന് ചിലപ്പോ അറിയാൻ പറ്റിയ. അത് നമ്മള് എന്താണ് ഇത് വെച്ച് നോക്കാം. പൾസ് ഉണ്ടോന്ന് നോക്കണത് മൂക്കിൽ വെച്ച് നോക്കാൻ പറ്റൂലല്ലോ. ശ്വസിക്കുന്നുണ്ടോന്ന് നോക്കാൻ പറ്റും. പൾസ് ഉണ്ടോന്ന് മൂക്ക് വെച്ച് നോക്കാൻ പറ്റില്ല കേട്ടോ. ഈ പൾസ് വേറെയാണ്, ശ്വസിക്കുന്നത് വേറെയാണ്. ഓക്കെ, ഹാർട്ട് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എന്ത് പൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് എനിക്ക് തോന്നുന്നു 60 to 100 ടൈംസ് 1 മിനിറ്റിൽ ബീറ്റ് ചെയ്യാം. ആ ബീറ്റിംഗ് നോക്കിയിട്ടാണ് പൾസ് എന്ന് പറയുന്നത്. കുഞ്ഞുകുട്ടികളാണെങ്കിൽ അതിന് ഇരട്ടിയാണ് ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 100-120 മേലേക്ക് വരുന്നുണ്ട്. അതൊരു ഏജ് കഴിയണം നോർമൽ ആവാനായിട്ട് കുട്ടികള്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, ചെറിയ കുട്ടികളുടെ ഹാർട്ട് ഒന്ന് ഇങ്ങനെ ഇത് വെച്ച് നോക്കാം, എന്നിട്ട് ടൈം നോക്കാം. എന്ത് 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ഇരിക്കേണ്ടെന്ന്. സാധാരണ ആൾക്കാരുടെ 100ആണ്, അവർക്ക് 60ആണ്. 60ന് മേലെയാണ് കുട്ടികളുടെ. ഈ കുഞ്ഞു കുട്ടികളുടെ തലയുടെ എവിടെയായിട്ടും ഇങ്ങനെ പൾസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഹാർട്ട് ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവർക്ക് കൂടുതലായിരിക്കും പൾസ്, 60 കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടുത്താണ് ബേൺസും സ്കേൽറ്റും. എന്ന് വെച്ചാല് പൊള്ളലേക്കൂലേ. A person may get burned by fire, piece of metal, or by current. Sometimes burns are caused by boiled water, milk, etc. Then it is called scald. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേൺസ് ഉണ്ടല്ലോ, നമുക്ക് പല രീതിയിൽ പൊള്ളലേക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചൂടുവെള്ളം വീഴാം, അല്ലെങ്കിൽ ചൂടുള്ള പാല് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ അടുക്കളയിലൊക്കെ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സ്ത്രീകളുടെ കയ്യിലൊക്കെ പൊള്ളല് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പാടായിരിക്കും. ഇത് ആദ്യം പൊള്ളിയത് പിന്നെ പൊള്ളിയത്, അങ്ങനെ കൈയൊക്കെ എപ്പോഴും പൊള്ളാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാറ് പൊള്ളലേറ്റ് കഴിഞ്ഞാല്? കോൾഗേറ്റ് പേസ്റ്റ് കോൾഡ് വാട്ടർ. ഓക്കെ, തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കാൻ കഴിയും. പിന്നെ ക്ലിയർ ആവും. എനിക്ക് സ്ഥിരം അടുക്കളയിൽ പൊള്ളലേൽക്കലുണ്ട്. ഞാൻ ചെയ്യാറ് വേഗം പിന്നെ പൈപ്പിന്റെ ചോട്ടില് പോയി നിൽക്കും, എന്നിട്ട് വെള്ളം ഇതാക്കി പിന്നെ പൊള്ളലേറ്റലിന്റെ ഒരു ഓയിൽമെന്റ് ഉണ്ട്, അത് വേഗം പറയും. പിന്നെ ഒരു തൈലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എണ്ണ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചത്. പൊള്ളലേൽക്കുമ്പോൾ പരട്ടുണ്ട്, അത് ഉപയോഗിക്കും. ഓക്കെ, ഞാൻ ചെയ്യണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആന്റിസെപ്റ്റിക് ക്രീം ഉണ്ട്. ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ മുകളിൽ എന്തുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അവിടെയാണ് ചെയ്യേണ്ട. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഈ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് വെച്ചിട്ടുണ്ട്. പൊള്ളിക്കഴിഞ്ഞാൽ അപ്പൊ എടുത്ത് പറ്റും. ഞാൻ ഇടക്കിടക്ക് അടുക്കളയിൽ കയറി വിലപ്പിളൊക്കെ കണി തേക്കും, അത് നല്ലൊരു കാര്യമാണ്. അലവേറയുടെ ജെല്ലുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, തേച്ചാൽ മതി. ചില ആൾക്കാർ പറയും പേസ്റ്റ് ഒക്കെ തേച്ചാൽ മതി, അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഓക്കെ, വേറെ എന്തൊക്കെ കാര്യങ്ങള് പൊള്ളലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊള്ളലേറ്റ ഭാഗത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും? കൂടുതൽ പൊള്ളലേറ്റാല് ഈ ചണച്ചാക്ക് പോലുള്ള ചാക്ക് എടുത്ത് ഇങ്ങനെ തച്ചിട്ട് അങ്ങനെ പറയുന്നേക്കാം. കവർ ചെയ്യത്തില്ലേ? എന്താണ് റബ്ബറാ? കവർ ചെയ്യത്തില്ലേ? ആ ചണച്ചാക്ക് കൊണ്ട് ദേഹം ഫുള്ള് കവർ ചെയ്യും. കൂടുതലായിട്ടുള്ള പൊള്ളലേറ്റ് കഴിഞ്ഞാല് അങ്ങനെയൊക്കെ വാഴയിലയില്. ഓക്കെ, വേറെ ഈ ആന്റിസെപ്റ്റിക് ക്രീംസ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ധരിക്കാൻ പറ്റും പൊള്ളലേറ്റ ഭാഗത്തൊന്നും ആലോചിച്ച് പറഞ്ഞെല്ലാവരും? എഗ് തേക്കാൻ പറ്റും. എഗ്ഗോ? എഗ്, അതായത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ്
കയ്യിൽ പൊള്ളലേറ്റപ്പോ എഗ്ഗ് തേച്ചാൽ മതി. അതായത് ഫുൾ എഗ്ഗില് കുറച്ചു നേരം കൈ മുക്കി വെക്കുക. കയ്യിലാണ് പൊള്ളലുണ്ടെങ്കിൽ കയ്യിൽ മുക്കി വെച്ചാൽ മതി എന്ന് പറയും. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആണോ? ഞാനത് കേട്ടിട്ടില്ല അല്ലേ. മിസ്സേ, എന്റെ മദറിലോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കൈ പൊള്ളിയാല്, കൈ എവിടെയെങ്കിലും പൊള്ളലിട്ടാല് അപ്പോ പുളിയില്ലേ നമ്മള് കറി യൂസ് ചെയ്യുന്ന ആ പുളിയും ഉപ്പൂടെ ഞെരടിയിട്ട് ആ പൊള്ളിൽ വെച്ച ഭാഗത്ത് വെച്ച് തരും. അപ്പോ അത് വീട്ടില് കുട്ടികൾക്ക് ചെയ്തിട്ട് നല്ല മാറ്റമാണ്. ഒരു ബബിള് ബബിളായിട്ട് വരും. ഇതിന്റെ മേലേക്ക് തട്ടിയ ബബിളായി വരൂലേ, ആ ബബിള് വരൂല. അത് മുറിവായിട്ട് മാറില്ല, അത് പെട്ടെന്ന്. മാം, കറ്റാർവാഴി തേനും കൂടാണ്ട് പെട്ടെന്ന് ഒരു ഉമിനീര് വെച്ചിട്ട് പൊള്ളലിന്റെ ഭാഗത്ത് ചെയ്യുന്ന ആരോ പറയുന്നത് കേട്ടു. എന്താണ്? നമ്മുടെ ഉമിനീരില്ലേ, ഉമിനീര് അത് ഇൻഫെക്റ്റഡ് ആവുമെന്ന് തോന്നുന്നു. അല്ല, അത് പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടത് അത് ചെയ്യാറില്ല. കാരണം ഉമിനീരെന്ന് പറയുമ്പോ നമ്മുടെ വായലാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ ബോഡിയിലനുസരിച്ച് ഏറ്റവും ഇൻഫെക്ഷൻസ് ഉള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാല് മൗത്താണ്. ഉമിനീര് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ വരുന്നതുകൊണ്ട് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് വേണ്ട, അത് റിസ്ക് ആണ്. ബാക്കിയൊക്കെ ഏകദേശം കുഴപ്പമില്ല തോന്നുന്നുണ്ട്. പുള്ളിയുടെ കാര്യം കേൾക്കാറുണ്ട് ഞങ്ങള്. നെയ്യ് തേക്കുമ്പോൾ പൊങ്ങി വരില്ല. നെയ്യില്ലേ, പശുവിന്റെ ഒക്കെ നെയ്യ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അത് തേക്കുമ്പോ ഇങ്ങനെ പൊങ്ങി വരില്ല, ചൊള്ളച്ചൊന്നും വരത്തില്ല. കൊള്ളൂല. അതേപോലെ ഞങ്ങളുടെ ഏരിയയില് പോർക്കിന്റെ നെയ്യ് ഉണ്ടല്ലോ, അതെടുത്ത് വെക്കും. നമ്മള് ഒരു പോർക്കൊക്കെ കറി വെക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് എടുത്ത് മാറ്റി വെക്കും, ഇങ്ങനെ പൊള്ളലേക്ക് പറ്റാൻ വേണ്ടിയിട്ട്. അത്ര പ്രാക്ടിക്കലാണ്. കോഴി നെയ്യാ യൂസ് ചെയ്യാ. ആണോ? കോഴി നെയ്യ് പരത്തി കഴിഞ്ഞ ഒരു ആവി എടുക്കുന്ന പോലെ തോന്നും ആ സമയത്ത്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം കെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വേഗം ചെയ്യാൻ പറ്റുന്ന തേനില് പൊള്ളിയത് വേഗം ശരിയാവുന്നുണ്ട്. തേൻ പറ്റിയാൽ മതി. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങള് അറിയാത്ത കുറെ കാര്യങ്ങൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിക്കാണുമല്ലോ, ഷെയർ ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ഏറ്റവും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ആന്റിസെപ്റ്റിക് ക്രീം വാങ്ങിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഇതേപോലെ അലവേറ ജെല്ല് അല്ലെ, അലവേറയുടെ ജെല്ല് വാങ്ങിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ പച്ച അലവേറ യൂസ് ചെയ്യാൻ പറ്റുമോ? കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെയാ പിള്ളേർക്കും എനിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അലോവേരയുടെ തണ്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ ആ മഞ്ഞ കളർ പോണം, അല്ലെങ്കിൽ അത് ഇച്ചിങ് ആയിരിക്കും. ആ സാധനം പോയി കഴിഞ്ഞാൽ ജെല്ലിന് ഇങ്ങനെ സ്പൂണോട്ട് എന്തെങ്കിലും ആക്കിയിട്ട് അതവിടെ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിക്കും. നമുക്ക് ഒരു പെയിനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ മോൻ ചെറുതായിരിക്കുമ്പോ കൈ പൊള്ളിയിട്ട് ഓയിന്റ്മെന്റ് പറ്റും, പക്ഷെ അവരത് വായിൽ കൊണ്ടുപോകല്ലോ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ. അപ്പൊ അലോവേരയാണ് അതിനായി യൂസ് ചെയ്തിരുന്നത്. ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞിട്ടും കൂടി അത് ചെയ്തേ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോയി. അലവേറയുടെ പച്ചന്റെ നല്ലതാണ്. അലവേറ ജെൽ യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നോക്കാം. If the burn place should be statured by clean water, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാത് ആ ബേൺ ചെയ്ത ആ ഒരു പാർട്ട് വെള്ളം ഒഴുക്കി വിടാനായിട്ട് നോക്കാം. ഇഫ് ദ പേഷ്യന്റ് ഹാസ് കൊളാപ്സ്, ട്രൈ ടു ബ്രിങ് ഹിം ടു സെൻസ്. ചില പേഷ്യൻസ് ഇപ്പൊ പെട്ടെന്ന് പൊള്ളലേറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് തലറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വീണ് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്സ് ഫോർ ബേൺസ് ഷുഡ് ബി അപ്ലൈഡ്. നമ്മൾ ബേൺ ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്സ് വെക്കാം. കുറച്ച് പൊള്ളൽ കൂടുതലാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിർത്തി എന്ത് ചെയ്യാൻ നോക്കരുത്, ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നോക്കണ്ട, നേരെ നമ്മൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാട്ടോ. അതേപോലെ കോക്കനട്ട് ഓയിൽ, ക്ലീൻ വാട്ടർ ആർ ഓൾസോ ഹെൽപ്ഫുൾ ഇൻ സൈറ്റ് ബേണിങ്സ്. നിസ്സാരം ചെറിയ ബേണൊക്കെ ആണെങ്കിൽ കോക്കനട്ട് ഓയിലും ക്ലീൻ വാട്ടറും ഒക്കെ നല്ലതാണ്. ഇഫ് ദ ബേൺ ഈസ് സീരിയസ്, മെഡിക്കൽ കെയർ ഇറ്റ് ഷുഡ് ബി ഗിവൺ. ബേൺ സീരിയസ് ആണെങ്കിൽ മെഡിക്കൽ കെയർ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് നമ്മൾ ആ മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് നോക്കാം. The first aider should be careful in affecting the nature of the temporary treatment to operate the patient. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ കൊടുക്കേണ്ട
ടെമ്പററി ട്രീറ്റ്മെന്റ്, പെർമനന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല, ആ ടെമ്പററി ട്രീറ്റ്മെന്റിനെ കുറിച്ച് നല്ല അറിവുണ്ടാവണം. He or she should have some essential qualities such as compassion, gentleness, power of conclusion, resourcefulness, honestness എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്തിന്റെയൊക്കെ പവർ വേണം? ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ധൈര്യം അത് വേണം. നമ്മൾ ഫസ്റ്റ് ഇയർ കൊടുക്കുക അല്ലെങ്കിൽ ഇതേക്കുറിച്ച് അറിവുണ്ടെന്നൊക്കെ പറഞ്ഞാലും കൊടുക്കാനായിട്ട് ധൈര്യം വേണം. നമുക്ക് പെട്ടെന്ന് കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റണം. നമ്മുടെ അടുത്ത് കിടക്കുന്ന റിസോഴ്സ് പെട്ടെന്ന് അവർക്ക് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും, ഒരു വള്ളി പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ചിരടോ വള്ളിയോ അല്ലെങ്കിൽ ഒരു തുണിയോ കീറി ചിരടാക്കി മാറ്റി പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്പീഡിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റണം കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം. She or he should be very efficient and quick to render help to victim. വിക്ടിമിന് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ആൾക്കാരായിരിക്കണം. പെട്ടെന്ന് ക്വിക്കായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കൊടുക്കണം? ഹെൽപ്പ് കൊടുക്കാൻ പറ്റണം വ്യക്തികളായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിലിനി ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കിയതായിരിക്കാം. പേരൊന്ന് മെസ്സേജ് അയച്ചു ഓരോരുത്തര്. വോയിസ് ഓഫ് ആണ് മിസ്. മൈക്ക് ഓഫ് ആണ് മിസ്. മൈക്ക് ഓഫ് ആണ്. സോറി എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കിയൊന്ന് മെസ്സേജ് അയക്കാം. ഇപ്പൊ ജാസ്മിൻ മോൻ പ്രസന്റ് ചെയ്യാം. മോന്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇന്നിന്റെ ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്നൊന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് ഇന്ന ഐറ്റംസ് ആണ് ഉള്ളതെന്നൊന്ന് കാണിച്ചു കൊടുക്കാം ഫ്രണ്ട്സിന്. ഞാൻ കുറച്ച് ഐറ്റംസേ ഉള്ളൂ അതിൻ്റെ അകത്ത്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിറ്റ്. ഞാൻ എന്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് ചെയ്തതാണ്. ഇതില് ഒരു ബാൻഡേഡ് ഉണ്ട്. കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? എല്ലാവരും കണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. പനി നോക്കുന്ന തെർമോമീറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ മുറിവൊക്കെ വന്നാല് കെട്ടാനുള്ള ഇത് പൊള്ളിയാലൊക്കെ തേക്കുന്ന ഒരു ഓയിൽമെന്റ് ആണ്. ഇത് നമ്മുടെ തലവേദനയൊക്കെ വന്നാ തേക്കില്ലേ, അതാണ്, ബാമാണ്. ഇത് ബെറ്റാഡിയൻ. സിസേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ബഡ്സ് ഉണ്ട്, നമ്മള് എന്തെങ്കിലും മുറിവൊക്കെ ആയാല് എടുക്കാന്. പിന്നെ ഒരു പെയിൻ കില്ലർ ജെല്ലാണത്. ഇത് നല്ല യൂസ്ഫുൾ ആണ്, എനിക്ക് നല്ല യൂസ്ഫുൾ ആണിത്. പിന്നെ ഇതെന്റെ കയ്യിലുള്ള ഒരു ഗ്യാസിന്റെ ഗുളികയാണ്. പിന്നെ ഒരു നെയിൽ കട്ടർ. ഇതെന്തിനാന്ന് വെച്ചാല് പെട്ടെന്ന് എവിടെയെങ്കിലും മുറിഞ്ഞിട്ട് ചിലപ്പോ നമ്മുടെ തൊലി ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലേ, അപ്പൊ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ എന്റെ കിറ്റില്. താങ്ക് യു. നല്ലതായിരുന്നു കേട്ടോ. അടുത്തതാരാണ്? ആൻമരിയ. ഇത് ബാക്ക് ക്യാം ആവുന്നില്ലല്ലോ. ജെല്ല് എന്ന് പറയുന്നത് അലോവേറ ജെല്ലല്ലേ? പൊള്ളലേറ്റ് യൂസ് ചെയ്യുമല്ലോ. മാം ഇത് ബാക്ക് ക്യാം എന്റെ ആവുന്നില്ല. മുകളിലായിട്ടൊരു ആരോ ഉണ്ട്, അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ബാക്ക് ക്യാമറ. ഓക്കെ, ഇത് ക്ലീൻ ചെയ്യാനുള്ളത് എന്റെ മുറിവൊക്കെ. ബെറ്റാഡിൻ പോലെ തന്നെ ഒരു സംഭവം കാണുന്നുണ്ടോ? കാണാടാ. പിന്നെ പാരസെറ്റമോള്,
പിന്നെ ഇവിടെ ഏറ്റവും അത്യാവശ്യമുള്ളത് ഇങ്ങനെ ഗ്യാസിന്റെ ഗുളിക ആയതുകൊണ്ട് അത് മസ്റ്റായിട്ടും കാണുന്നതാണ് കിറ്റിനകത്ത്. പിന്നെ ഇതൊരു ഓയിൽമെന്റ് ആണ്. ഇപ്പം എന്താ ഇങ്ങനെ മുറിവിനുള്ളതും പിന്നെ പൊള്ളലിനൊക്കെ തേക്കാൻ പറ്റുന്ന ഒരു ഓയിൽമെന്റ് ആണ്. പിന്നെ എന്താ എനിക്ക് കുഞ്ഞിക്കുട്ടി ഉള്ളത് കൊണ്ട് ഞാൻ അവന്റെ മെഡിസിനും ഇതിനകത്താണ് വെച്ചേക്കുന്നത്. പാരസെറ്റമോൾ അവന്റെ സിറപ്പും പിന്നെ അവന്റെ വേറൊരു സിറപ്പ് കാർമിസൈഡും പിന്നെ ഇത് മുറിവ് കെട്ടാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ എന്താ അതിങ്ങനെ ഒട്ടിക്കാനുള്ളത്, പിന്നെ ഇത് മറ്റേ തൊണ്ടവേദനയുടെ, പിന്നെ എന്താണ് ഇത് ഇവിടെ ഓറോസോറിയുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതും ഇതിനകത്ത് തന്നെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നെയിൽ കട്ടർ, പിന്നെ എന്താണ് ഇത് അവന്റെ സലൈൻ നേസൽ ഡ്രോപ്സ്, പിന്നെ മൂവ്, ഇത്രയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വിക്സ്. ഓക്കെ ഓക്കെ നല്ലത്. കുറച്ചും കൂടെ ഐറ്റംസ് കൂടുതലുണ്ടായിരുന്നു, നന്നായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ഓക്കെ മാം. ഓക്കെ, ഇനി അടുത്താരാണ്? സജിത കേട്ടോ. സജിത സജിത ഓക്കെ ഇതാണ് ഫസ്റ്റ് എയ്ഡ്. ഇത് ഹസ്ബൻഡിന് അവിടെ കോളേജിൽ നിന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ കിട്ടിയതാണ് ഇത്. ഓക്കെ, ഹലോ. അപ്പൊ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇതില് കൂടുതൽ ഐറ്റംസ് ഉണ്ട്. ഇതില് എന്താ ശ്വാസം ഇത് കൊടുക്കണത്, പിന്നെ ഗ്ലൗസ് കാര്യങ്ങള്, ഇതില് ഉണ്ട്. പിന്നെ അത് കൂടുതലായിട്ട് ഞാൻ പാനഡോള്, പിന്നെ ഇത് മുറിവിനെ ഒട്ടിക്കണത്, പിന്നെ തലവേദനയുടെ വിക്സ്, പിന്നെ ഗ്യാസിന്റെ ഗുളിക, പിന്നെ ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ്, അപ്പൊ ഇൻസുലിനും ഉണ്ട്, ഇത് ടാബ്ലറ്റും ഉണ്ട്. പിന്നെ വേദനയുടെ പിന്നെ മുറിവിനുള്ളതുണ്ട്, ആന്റിസെപ്റ്റിക്കിന്റെ ഇതുണ്ട്, പിന്നെ വാസ്ലിൻ വെച്ചിട്ടുണ്ട്, പിന്നെ വേദനയുടെ പെയിന്റെ ഒരു ഗുളികയുണ്ട്, പിന്നെ ക്രീമുകൾ 2 ഉണ്ട് ഇൻഫെക്ഷന്റെ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളുടെ ടീമില് ആരാണ് ലീഡേഴ്സ്? ആരാണ്? ഞാനാ ദിവ്യ. ദിവ്യ സജിതയുടെ ചില്ലു ഇനി കാണിക്കാനുള്ളത് അല്ലേ? യെസ് മിസ്. അപ്പൊ രണ്ടുപേരും അതേപോലെ ആതിരയും ഒന്ന് പ്രസന്റ് ചെയ്യിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇപ്പൊ വരാം, എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്, ഒരു അത്യാവശ്യമായിട്ടാണ്. അപ്പൊ അതൊന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ രണ്ടുപേരും, കേട്ടോ? ഞാൻ എന്നാ കാണിക്കട്ടെ? ഓക്കേടാ. ഓക്കെ. അയ്യോ ഇത് തിരിയുന്നില്ലല്ലോ. ഫുൾ സ്ക്രീൻ ആക്കുമ്പോ മുകളിലാ ബട്ടൺ കാണുന്നത്. ഞാനും ഫുൾ സ്ക്രീൻ ആക്കാത്തോണ്ടായിരിക്കും കാണാൻ പറ്റാതെ വന്നത്. ആണോ? നമ്മുടേത് ഫുൾ സ്ക്രീൻ ആക്ക്. നമ്മുടെയോ? നമ്മുടെ വീഡിയോ ഫുൾ സ്ക്രീൻ ആക്ക്. നോക്കട്ടെ. സമയം ഞാൻ തന്നെ കളയും. വേറെ ആരോ കൂടെ അല്ലേ? തൽക്കാലം അത് കിട്ടുമ്പോഴേക്കും മറ്റേ ആൾ എന്നാ ആതിര ചെയ്യോ? ആതിര ഉണ്ടോ? യെസ്. എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗ്യാസിന്റെ മരുന്ന്, പിന്നെ പാരസെറ്റമോൾ, പിന്നെ പഞ്ഞിക്കോട്ടൻ, പിന്നെ
അലർജിക്ക് യൂസ് ചെയ്യണ മരുന്ന്, പിന്നെ തെർമോമീറ്റർ, പിന്നെ ORS, പാരസെറ്റമോള്, വിക്സ്, പിന്നെ മുറിവിൽ യൂസ് ചെയ്യണ പൊടി, അതിൽ തന്നെ ഓയിൻമെന്റും, പിന്നെ അലർജിക്ക് യൂസ് ചെയ്യണ ഗുളിക, പിന്നെ റാഷസ് ക്രീം, പിന്നെ ഗ്യാസിന്റെ ടാബ്ലറ്റ്. ഇത്രേ ഉള്ളൂ കേട്ടോ. എടാ ഈ ഡെർമാഡ്യൂ അലർജിക്ക് യൂസ് ചെയ്യുന്നതാണോ? അതിൽ ഡെർമാഡ്യൂ അല്ലേ കണ്ടതൊരെണ്ണം? അലർജിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അലർജിക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യില് ചൊറിച്ചിലിനുള്ള അതല്ലേ അത്? അതെ അതെ, റാഷസ് ക്രീം യൂസ് ചെയ്യാം, കുട്ടികൾക്കും യൂസ് ചെയ്യാം, നമുക്കും യൂസ് ചെയ്യാം. എന്താ ഡെർമാഡ്യൂ? ഡെർമാഡ്യൂ. എന്റെ ബേബിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് സ്കിൻ ഇഷ്യൂ വന്നപ്പോ ഡെർമാഡ്യൂ ആ. ഓക്കെ ഓക്കെ. ഓക്കേടാ. ഓക്കേടാ. എനിക്ക് ഇതിങ്ങനെ തിരിച്ചു കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ അല്ലാതെ കാണിച്ചാ മതിയോ? ഞാൻ കാണിക്കട്ടെ മിസ്സേ? ഞാൻ അല്ലാണ്ട് കാണിക്കാം. ചില്ലു കാണിച്ചിട്ട് മോൻ കാണിക്കട്ടോ. ആദ്യം ലാക്ടോകലാമിൻ ഉണ്ടേ, ലാക്ടോകലാമിൻ, പിന്നെ ബേബി റബ്, പാരസെറ്റമോൾ, പിന്നെ ഒരു ഇൻഹെയിലർ, കോട്ടൺ, പിന്നെ ഒരു നെയിൽ കട്ടർ, സിസേഴ്സ്, പിന്നെ ഒരു ആക്സിസ് ഓയില്, പിന്നെ ഈ മൂക്കിൽ വയ്ക്കുന്ന മെഡിസിൻ, എന്താ പറയുക, പിന്നെ മുറിവിന്റെ മരുന്ന്, പിന്നെ കെട്ടാനുള്ള ഒരു ഇതും കൂടെ. ഇത്രേ ഉള്ളൂ. ഓക്കേടാ. താങ്ക് യു. അടുത്ത ആരെ കാണിക്കാന്ന് പറഞ്ഞ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞേ? ശ്രീലക്ഷ്മിയാണോ തോന്നുന്നു? ഒരു മിനിറ്റ്. മോന്റെ പേരെന്താണ്? ഞാൻ പിൻ ചെയ്യാൻ വേണ്ടിട്ടാ. ഞാൻ കാണിക്കട്ടെ? പ്രസന്റ് ചെയ്തോടാ. കോട്ടൺ, ഓക്കെ. ബാൻഡേജ്, പിന്നെ ചെറിയൊരു മോളുണ്ട്, 1 വയസ്സില്ല, അപ്പൊ അവളെ ഡോളോ സിറപ്പ്, പിന്നെ ഈ നമ്മള് ചൂടുകുരു, ഡയപ്പർ റാഷസിനൊക്കെ പുരട്ടുന്ന അത്, പിന്നെ അലവിര ജെല്ല്, മൂക്കിൽ വെച്ചിരിക്കുന്നത് എല്ലാം ബേബിയുടെതാ. പിന്നെ ഇതും അതന്നെ, എന്താ പറയാ, റാഷസിന് പുരട്ടുന്നത്. പിന്നെ മുറിവ് വന്നാല് പുരട്ടുന്ന ബെറ്റാഡി. അത്രയേ ഉള്ളൂ. ഓക്കെയാണ്, നല്ലായിരുന്നു. അടുത്ത ആരാണ്? ദിവ്യയാണോ? ഓക്കെ, പിൻ ചെയ്യാം കേട്ടോ. പ്രസന്റ് ചെയ്തു. ഷബാന പ്രസന്റ് ചെയ്തോളാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ മാം? എനിക്ക് ഓണാക്കാൻ കിട്ടുന്നില്ലല്ലോ അത് ബാക്ക് ക്യാമറ. കേൾക്കണുണ്ടോ ഞാൻ പറയണത്? കേൾക്കാട്ടാ, ഓരോ ഐറ്റംസ് എടുത്ത് പറഞ്ഞോ. ഇത് പെട്ടെന്ന് സമയത്ത് അടിച്ച നല്ല ആശ്വാസമാണ് അത്. പിന്നെ ബഡ്സ്, പിന്നെ പാരസിറ്റമോളുടെ ടാബ്ലറ്റ്സ്, പിന്നെ ഇത് ട്രൈപ്പാർട്ട്, നമുക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് മുറിവിൽ തേക്കുന്ന ഓയിലാണ് അത്. പിന്നെ വാസ്ലിൻ, പിന്നെ നെയിൽ കട്ടർ, പിന്നെ ഇത് പെട്ടെന്ന് ഫാസ്റ്റ് റിലീഫിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം സ്പ്രേ ആണ്. പിന്നെ ഇത് ഒരു തരം ഓയിലാണ്. ഇത് നമുക്ക് വേദനയുള്ള സ്ഥലത്തൊക്കെ പെട്ടെന്ന് തേച്ചാൽ
ആശ്വാസം കിട്ടും. പിന്നെ അത് മുറിവിൽ ഉപയോഗിക്കാൻ അത് പിന്നെ ഇതും അതുപോലെ പൊള്ളി അങ്ങനെയൊക്കെ തേക്കുന്ന ഒരു തരം ഓയിൽമെന്റ് ആണ്. പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന സിറപ്പുകളാണ്. പാരസിറ്റാമോൾ അങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സിറപ്പുകളാണ് ഇതോരോന്നും. എഴുതും മാം. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് നിന്ന് മേടിക്കാൻ പറ്റുമോ നമുക്ക്? കുട്ടികൾക്ക് സിറപ്പ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക്, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് പാരസ്റ്റമോള് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാലോ. പനിയാണെങ്കിൽ പാരസിറ്റമോൾ സിറപ്പ് നമുക്കത് കൊടുക്കാം. എന്നിട്ട് ഇത് രാത്രി നന്നായിട്ട് പനിക്കുകയാണെങ്കിൽ പാരസിറ്റമോൾ കൊടുത്തിട്ട് നമുക്ക് രാവിലെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. വീടുകളാണെങ്കിൽ ഈ ജലദോഷം, ചുമ, പനി ഇതിന്റെ ഒക്കെ മരുന്ന് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. ഡോക്ടറിന്റെ അടുത്ത് പിറ്റേന്ന് വരെ പിടിച്ചു നിൽക്കാനുള്ള മരുന്ന് നമ്മൾ കൊടുക്കുമല്ലോ. അതെന്റെ കയ്യിലുണ്ട്. അതല്ലടാ, ഓരോരുത്തർക്കും ഓരോരോ ഏജിന്റെ മരുന്നല്ലേ കിട്ടുക. അല്ലാണ്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ വാങ്ങാൻ പാടില്ല എന്നല്ലേ? ഞാൻ കാര്യം ചോദിക്കട്ടെ, പാരസ്റ്റമോൾ മെഡിസിൻ ആണോ? അല്ല, പാരസ്റ്റമോൾ മെഡിസിൻ അല്ല. കുട്ടികൾക്ക് നമ്മൾ കഴിക്കുന്ന പാരസ്റ്റമോളും കുട്ടികൾ കഴിക്കുന്ന പാരസ്റ്റമോളും മെഡിസിൻ അല്ല. ജസ്റ്റ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പാരസ്റ്റമോൾ. അല്ലെങ്കിൽ നമ്മളുടെ പനി, അതായത് മേലുവേദന, പെയിൻ, നമ്മുടെ ബോഡി പെയിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇത് പാരസ്റ്റമോൾ എന്ന് പറയുന്നത്. നമ്മൾ ആന്റിബയോട്ടിക് അങ്ങനത്തെ പറയണത്. ആന്റിബയോട്ടിക് ആണ് ശരിക്കും കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇപ്പൊ 2 ദിവസം പനിയാണെങ്കിലും ഡോക്ടർ പാരസ്റ്റമോൾ ആണ് എഴുതാം. പനി മാറിയില്ല, 4 ദിവസമായിട്ട് പനി മാറിയില്ലെങ്കിൽ ആന്റിബയോട്ടിക് എഴുതും. അതാണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരാൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കൂല. ആന്റിബയോട്ടിക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. കാരണം അത് നമ്മള് വെള്ളത്തിൽ കലക്കി അതെന്ത് ചെയ്ത് ലിക്വിഡ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ ഡോസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 5 ദിവസം എന്ന് പറഞ്ഞാൽ 5 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. അതങ്ങനെയാ കൊടുക്കേണ്ടത്, ആ ഒരു രീതിയിൽ. ആന്റിബയോട്ടിക് ആണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ബാക്കി മെഡിസിൻസ് ഒക്കെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ, ഈ പറഞ്ഞ പാരസ്റ്റമോൾ സിറപ്പിന് പ്രിസ്ക്രിപ്ഷൻ വേണ്ടാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിക്കണമെങ്കിൽ കിട്ടും. പാരസ്റ്റമോൾ P250, P120 ഒക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് എനിക്ക് ഹോസ്പിറ്റലിൽ പോകും പാരസ്റ്റമോൾ സിറപ്പ്. ഓക്കെ, പാരസ്റ്റമോൾ അല്ലേ, പാരസ്റ്റമോൾ സിറപ്പ് തന്നെയാണ് ബാക്കി കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ആന്റിബയോട്ടിക് നമ്മളെ സൂക്ഷിച്ചു വെക്കാനും അത് പിന്നീട് കൊടുക്കാനും പാടില്ല എന്നാണ്. ഓക്കെ, അപ്പോ ഇന്ന് ആരാ സൈൻ ഔട്ട് പറയണേ? ഞാനാണ്. പറഞ്ഞോ ശ്രുതി. പറഞ്ഞോളാം. Hello ma'am and hi everyone. I am Sudhi. I and the entire class would like to extend our heartfelt thanks to Abanna ma'am for today's outstanding class. Your clear explanation and engaging examples helped us to grasp it effortlessly. We appreciate your dedication, patience, and passion for teaching. Your efforts make learning enjoyable and rewarding. Thank you once again, and we look forward to the next class. And of course, I would like to say about our one and only leader of this week, Divya. Wow, Divya, you have done an amazing job leading our class for these days. Keep up the fantastic work for the coming days too. Have a great day, everyone. Goodbye. Thank you. Thank you.